ചോദിക്കുന്നു, പാപം പുറത്തു തരാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരുപാട് പാപം ചെയ്തു, അങ്ങനെക്ക് പുറത്തു തരണം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹിനോട് പറയുന്നത് പോലെ നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ റസൂലിനോട് പറയുന്നുണ്ട്. അതിന്റെ ഒരു തെളിവാണിത്. മൊയ്‌ദി ശൈഖിനോട് പറയുന്നുണ്ട്, അതിന്റെ തെളിവുകൾ വരാൻ പോകുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഏതാനും സഹാബത്ത് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, റബ്ബുനാ ഖരീബുൻ ഫനുനാജി അം ബഈദുൻ ഫനുനാദി. ഞങ്ങളുടെ രക്ഷിതാവേ, എവിടെയാണ് ഞങ്ങളുടെ റബ്ബ്? എവിടെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്? അടുത്താണോ എങ്കിൽ ഞങ്ങൾക്ക് അവനോട് സ്വകാര്യം പറയേണ്ടതുണ്ട്. അതല്ല, ഞങ്ങളുടെ രക്ഷിതാവ് വിദൂരത്താണോ എങ്കിൽ അവനോട് ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് സഹാബത്ത്. മറുപടി ജിബ്രീൽ വഴി അല്ലാഹു കൊടുക്കുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫലസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിക്കുമ്പോ ഞാൻ അടുത്തുള്ളവനാണോ ദൂരത്തുള്ളവനാണോ എന്ന് താങ്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ്, സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, ദുആ ചെയ്യുന്ന ഒരു അടിമ ദുആ ചെയ്യുന്ന സമയത്ത് അവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. ഫലസ്തജീബൂ ലി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഉത്തരം തേടുക, എന്നോട് ദുആ ചെയ്യുക. വൽയുഅ്മിനൂ ബി, എന്നെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾ നേർമാർഗം പ്രാപിച്ചവരായേക്കാം. അല്ലാഹുവിന്റെ വാക്കുകളാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ ഫയക്ഷിഫു സ്സൂഅ വയജഅലു ലക്കും ഖുലഫാഅൽ അർദ് ഇലാഹും മഅല്ലാഹ്. പരീക്ഷണത്തിന്റെ തീച്ചൂടയിൽ കിടന്നുകൊണ്ട് ഗതികെട്ടിട്ട് ഒരു മനുഷ്യൻ വിളിക്കുമോ, ആ മനുഷ്യന്റെ വിളിക്ക് ഉത്തരം നൽകാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? മലമടക്കുകളിലായാലും പീഠഭൂമികളിലായാലും സപ്തസാഗരങ്ങളിലായാലും ഭൂമിയിലേത് പ്രദേശത്തായാലും എവിടെ വെച്ചായാലും എന്ത് പ്രതിസന്ധിയായാലും വിളിക്കുമ്പോ ഉത്തരം നൽകാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്? എവിടെ വെച്ച് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ആ മനുഷ്യന്റെ തേട്ടത്തിന് ഉത്തരം നൽകാൻ ആരാണുള്ളത് എന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, വേദനിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഞാനല്ലാതെ മറ്റാരാണുള്ളത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ചില ആളുകൾ നമുക്കിടയിൽ നിന്ന് അതിന് മറുപടി പറയുകയാണ്. എന്താണെന്നറിയുമോ? വല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം നൽകും ഞാനെന്നോവർ. ഈ ഭൂമിയിൽ എവിടെ വെച്ച് വിളിച്ചാലും, ആര് വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവൻ വിളിച്ചിട്ട് അവന്റെ വായ മൂടുന്നതിന്റെ മുന്നേ അവന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ആര് പറഞ്ഞതാണ്? മൊയ്‌ദി ശൈഖ് പറഞ്ഞതായിട്ട് പറയുകയാണ്. മൊയ്‌ദി ശൈഖിന്റെ പേരിൽ ആരോപിക്കുകയാണ്, ഇല്ലാത്തത് പറയുകയാണ്. അല്ലാഹ് ഇവിടെ ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, ഗതികെട്ടവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവൻ ഞാനല്ലാതെ മറ്റാരാണ്? ഇവിടെ യാക്കോബ് മറുപടി പറയുകയാണ്, പടച്ചോനെ, നീ മാത്രമല്ല, വിളിക്കുന്നവന്റെ വിളിയാളന്റെ വായ മൂടുന്നതിന്റെ മുന്നേ ഉത്തരം നൽകാൻ കൽപ്പുള്ള വലിയകളും ഞങ്ങൾക്കിടയിലുണ്ട് നാഥ എന്ന് ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിങ്ങൾ ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, രണ്ട് തെളിവ്. മൂന്നാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ പടച്ചത്, അവന്റെ ഇന്ദ്രിയങ്ങളെ പടച്ചത് നാമാണ്, അവന്റെ തലച്ചോറിനെ വിധാനിച്ചത് നാമാണ്, അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പേറ്റവും അടുത്തറിയുന്നവൻ നാമാണ്. അവന്റെ മനസ്സിലൊരു വേദനയുണ്ടാകുന്ന സമയത്ത് മുഖഭാവത്തിലൂടെ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ വേദന മനസ്സിലാക്കുന്നതിന്റെ മുന്നേ ആകാശങ്ങളുടെ അനന്തതക്കപ്പുറത്ത് വെച്ച ഋഷിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ അവന്റെ വേദന മനസ്സിലാക്കും. അവന്റെ നഫ്സ് മന്ത്രിക്കുന്നത് അറിയുന്നവനാണല്ലോ. അവന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയാണല്ലോ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതാണ്, അവന്റെ ഹൃദയം കാണുന്നവൻ നാമാണ്, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവൻ നാമാണെന്ന് അല്ലാഹു പറയുമ്പോ നമ്മുടെ ഇടയിലുള്ള
ചില ആളുകൾ പറയുകയാണല്ലോ, നീ മാത്രമല്ലതറിയുന്നവൻ മറിച്ച് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള വികാരങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും കാണാൻ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞതായിട്ട് യാക്കോബുകൾ ആരോപിക്കുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. അല്ല പറയുകയാണ്, ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ നാമാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സഹോദരങ്ങളെ. അള്ളാഹിനോട് മാത്രം പറയേണ്ട, അള്ളാഹ്ക്ക് മാത്രം കൽപ്പിച്ചു കൊടുക്കേണ്ട ഒരുപാട് സിഫത്തുകൾ നമ്മുടെ ഉമ്മത്ത് ഔലിയാക്കൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചില്ലറ കാര്യമാണോ? വല്ലാഹി അല്ല.